ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കാം. ഇന്ന് മാർക്കറ്റിൽ ഏകദേശം ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നിട്ട് പോലും വലിയ മൂവ്മെൻറ്റുകളൊന്നും മാർക്കറ്റ് ടൈമിൽ ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് അവസാനത്തെ സമയമാണ് ഈ സീറോ ഹീറോ ട്രേഡുകൾ കൊടുത്തത്. ഏകദേശം 3:30 മണിക്കാണ്. അവസാനത്തെ ക്ലോസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈക്ക് ഉള്ളിൽ ക്ലോസ് ചെയ്തപ്പോൾ സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡേ ഹൈക്ക് മുകളിലാണ്. അത്രയും വലിയൊരു മാനിപ്പുലേഷനാണ് മാർക്കറ്റിനകത്ത് നടക്കുന്നത്. എന്തായാലും അത്ര സുഖകരമായിട്ടുള്ള മാർക്കറ്റല്ല ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ്. എന്തായാലും കുറച്ച് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മോചനം കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകണമെങ്കിലോ എന്തായാലും കുറച്ച് ദിവസം കൂടി എടുക്കും. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഇന്നലെ മാത്രമാണ് ഡേ ടൈമിൽ മാർക്കറ്റ് ടൈമിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നടക്കം കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് മാർക്കറ്റ് ടൈമിൽ വലിയ ടാർഗറ്റുകളിലോട്ടൊന്നും പ്രീമിയം പോകുന്നില്ല. ഒരു 20-30 പോയിന്റ് 30 പോയിന്റ് കഷ്ടിച്ചൊക്കെയാണ് പോകുന്നത്. ഈ 30 പോയിന്റ് കിട്ടുന്നത് തന്നെ പോസ്റ്റ് മാർക്കറ്റ് ടൈമിലാണ്. ഈ 30 പോയിന്റ് പോലും നമുക്ക് കിട്ടുന്നത്. അതൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ മാക്സിമം 20 അല്ലെങ്കിൽ 25 പോയിൻ്റൊക്കെയാണ് നമുക്ക് അണ്ടർമണി പ്രീമിയത്തിൽ പോലും കിട്ടുന്നത്. അപ്പോൾ ഇനി ട്രേഡ് ചെയ്യുന്നവർ ചെറിയ ടാർഗറ്റുകൾ വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ 15 മിനിറ്റ് ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താഴോട്ട് 24,356 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഇതുവരെ എത്തിയില്ല. ഇവിടെ നമുക്ക് ഇൻട്രാഡേയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇൻട്രാഡേ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം മൊത്തം ഈ ഒരു സോണിനകത്താണ് 24,386 24,420 ആ 400 റേഞ്ച്, 400 മുകളിലോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതിനുള്ളിലാണ് മാർക്കറ്റ് നിന്നത്. ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് മൂവ്മെൻറ്റുകളൊന്നും ഇന്ന് മാർക്കറ്റിൽ ഇല്ലായിരുന്നു. നമുക്ക് ഇന്നത്തെ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രോങ് സപ്പോർട്ട് കൊടുത്തത് നിഫ്റ്റി ഡിഫൻസ് ആണ്. ഡിഫൻസ് 1.55% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നെഗറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റി മെറ്റലാണ്. -1.05% ആണ് നിഫ്റ്റി മെറ്റൽ ഇടിഞ്ഞിട്ടുള്ളത്. മറ്റ് സെക്ടറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ -0.18%, നിഫ്റ്റി ബാങ്ക് -0.43%, നിഫ്റ്റി FMCG 0.84% പോസിറ്റീവായിട്ടും, നിഫ്റ്റി കൺസ്യൂമർ 0.45% പോസിറ്റീവായിട്ടും, നിഫ്റ്റി IT 0.39% പോസിറ്റീവായിട്ടും, നിഫ്റ്റി ഓട്ടോ ഫ്ലാറ്റ് ആയിരുന്നു 0.10%, നിഫ്റ്റി ഫാർമ 0.28%, നിഫ്റ്റി ഹെൽത്ത് കെയർ 0.30% നെഗറ്റീവ് ആണ്, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് -0.37%, നിഫ്റ്റി റിയാലിറ്റി 0.97% പോസിറ്റീവ് ആയിരുന്നു, നിഫ്റ്റി മീഡിയ 0.37% പോസിറ്റീവ് ആയിരുന്നു, നിഫ്റ്റി ഇന്ത്യ ടൂറിസം -0.14% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50ൽ വരുന്ന ടോപ്പ് ഗെയിനേഴ്സിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 2.69% ആണ് ടാറ്റ കൺസ്യൂമർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്നത് ടാറ്റ കൺസ്യൂമർ, പിന്നെ ടാറ്റ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, NTPC, ശ്രീറാം ഫിനാൻസ്, L&T. ഇത് 6 കമ്പനിയാണ് ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്നത്. ലോസേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിൻഡൽകോ 2.99%, ഏകദേശം 3% ഹിൻഡൽകോ ഇടിഞ്ഞിട്ടുണ്ട്. ICICI ബാങ്ക്, അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, പവർ ഗ്രിഡ്, അതുപോലെ തന്നെ SBI ലൈഫ് ഇൻഷുറൻസ്, ഈ 6 കമ്പനികളാണ് ടോപ്പ് ലോസേഴ്സിൽ നിഫ്റ്റി 50ൽ വരുന്നത്. ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു റേഞ്ചിനുള്ളിൽ CPRന് മുകളിലോട്ട് പോയിട്ടില്ല. നമ്മളിന്ന് ഗ്രൂപ്പിനകത്ത് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,500 വരേക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ CPR മുകളിലോട്ട് മാർക്കറ്റിൽ ഇന്ന് വിട്ടിട്ടേ ഇല്ല.
താഴെ നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവൽ തന്നെയാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ നിന്നൊരു സ്ട്രോങ് സപ്പോർട്ട് CPR താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. 24,310 നമ്മുടെ സോണിൻ്റെ ബോട്ടം വരുന്നത്. കൃത്യമായിട്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയത്. പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു പ്രൈസ് ആക്ഷൻ, നമുക്കൊരു ട്രെൻഡ് വൈസ് പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഹയർ ലോ വന്നു, മുകളിൽ ഹയർ ഹൈ വന്നു. അപ്പം ഹയർ ലോ ഹയർ ഹൈ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയർ ലോ വന്നിട്ടുണ്ട്. ഇതിന് മുകളിലൊരു ഹയർ ലോ വന്നു, പക്ഷേ ഹയർ ഹൈ വന്നിട്ടില്ല, ലോവർ ഹൈ ആണ് വന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരിക്കും, സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഹയർ ഹൈ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകുമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ലോവർ ലോ വരണമായിരുന്നു. പക്ഷേ ലോവർ ലോയും വന്നിട്ടില്ല, ഹയർ ഹൈയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ മാർക്കറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷന് സാധ്യതയുണ്ടെന്ന്. മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു CPR-നും ഫസ്റ്റ് സപ്പോർട്ടിനും ഇടയ്ക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും എനിക്ക് തോന്നുന്നു CPR-നുള്ളിലാണ് ബാങ്ക് നിഫ്റ്റിയും ഇന്ന് മൊത്തം മൂവ് ചെയ്തത്. CPR വിട്ട് പോയിട്ടില്ലായിരുന്നു. ഇതായിരുന്നു CPR ലെവല്. CPR-നുള്ളിലായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തത്തിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു 50% റിട്രേസ്മെൻറ്റിന് മുകളിൽ, അതായത് ഈ ലോ കട്ട് ചെയ്താൽ മാത്രമേ ഇനി താഴോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. പക്ഷേ ആ ലോ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. മാർക്കറ്റ് അതിന് മുകളിൽ തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. നാളത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ഇന്നത്തെ സെയിം ലെവൽസ് തന്നെയാണ്. നാളെ ഈ ഒരു ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ ഇന്നത്തെ സെയിം ലെവൽസ് തന്നെയാണ്. 24,430 മുകളിലോട്ട് 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ, ഹയർ ടൈം ഫ്രെയിമിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,500 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടാർഗറ്റ് നമ്മൾ ഇൻട്രാഡേയിൽ കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് നോക്കിയത്. ഇൻട്രാഡേയിലല്ലോ നമ്മുടെ ക്രൂഡ് ഓയിൽ 24,429 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 24,506 മുകളിലോട്ട് ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് വരിക 24,619 നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത്. താഴോട്ട് നമുക്ക് 24,268 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,356 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 24,266 വരെയും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നാളത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നോക്കാം നമുക്ക് ആദ്യം. നിഫ്റ്റിയിൽ നാളത്തെ CPR വരുന്നത് നാരോ CPR തന്നെയാണ്. 24,371 മുതൽ 24,387 വരയ്ക്കാണ് CPR വരുന്നത്. CPR മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് CPR-ന് തൊട്ട് മുകളിലാണ്. 24,395 മുകളിലാണ് CPR നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 24,448, 24,461. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 24,492 തൊട്ട് 24,513 വരയ്ക്കാണ്. താഴോട്ട് ഒരു ചെറിയ ഒരു സപ്പോർട്ടാണ് വരുന്നത്. CPR-ൻ്റെ തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ CPR-ൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ഈ സപ്പോർട്ട് പോലെ തന്നെയാണ്. 24,332 തൊട്ട് 24,318 വരെയാണ് ഫസ്റ്റ് സപ്പോർട്ട് വരിക. രണ്ടാമത്തെ സപ്പോർട്ട് 24,289 തൊട്ട് 24,246 വരെയാണ് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. നിഫ്റ്റിയിൽ സപ്പോർട്ടുകളെല്ലാം അടുത്തടുത്താണ്. നാരോ CPR വരുന്ന ദിവസങ്ങളിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വളരെ അടുത്തടുത്ത് വരും. ഒരു 50 പോയിന്റ് 60 പോയിന്റിനൊക്കെ ഇടയ്ക്കായിരിക്കും സപ്പോർട്ട് തമ്മിലുള്ള വ്യത്യാസം വരിക. അപ്പോൾ ചെറിയ ടാർഗറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ടാർഗറ്റിലോട്ട് ഇരിക്കരുത്. ഒരു ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു 15-20 പോയിന്റ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സ് നാളത്തെ CPR വരുന്നത് 77,890 തൊട്ട് 78,017 വരയ്ക്കാണ്. ഏകദേശം
120-130 പോയിന്റിൻ്റെ CPR ആണ്. CPR തൊട്ട് മുകളിലാണ് സെൻസെക്സും ക്ലോസ് ചെയ്തിട്ടുള്ളത്. 70,879 സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 78,201 തൊട്ട് 78,246 വരേക്കാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക. മാർക്കറ്റ് ഇതിന് ഇടയ്ക്ക് ക്ലോസിംഗ് വരികയാണെങ്കിൽ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ CPRലോട്ട് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. 78,201 തൊട്ട് 78,246 വരെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 78,407 തൊട്ട് 78,474 വരെയൊക്കെയാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരിക. താഴോട്ട് ഫസ്റ്റ് സപ്പോർട്ട് തൊട്ടടുത്താണ് വരുന്നത്. ഈ ഒരു ലെവലിൽ ഫസ്റ്റ് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഈ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടില്ല ഞാൻ. നിഫ്റ്റിയിൽ നോക്കുക. രണ്ടാമത്തെ സപ്പോർട്ട് നിഫ്റ്റിയിലെ ഫസ്റ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻസെക്സിൻ്റെ രണ്ടാമത്തെ സപ്പോർട്ട് വരിക 77,565 തൊട്ട് 77,501 വരെയൊക്കെയാണ് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. നമുക്കടുത്ത് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി വൈഡ് CPR ആണ്. വൈഡ് CPR ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പം ഒരു കൺസോൾട്ടേഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കറക്റ്റ് ആ CPRനുള്ളിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിരുന്നു. പക്ഷേ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത് നാരോ CPR ആണ്. 57,646 തൊട്ട് 57,674 വരെയാണ് CPR വരുന്നത്. CPRന്റെ തൊട്ട് താഴെയാണ് മാർക്കറ്റിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സപ്പോർട്ട് വരിക 57,523 തൊട്ട് 57,497 വരെയൊക്കെയാണ്. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 57,410 തൊട്ട് 57,386 വരെയൊക്കെയാണ് രണ്ടാമത്തെ സപ്പോർട്ട് വരിക. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 57,772 തൊട്ട് 57,797 വരയ്ക്കും. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 57,912 തൊട്ട് 57,933 വരയ്ക്കാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നാളെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.